ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലാണ് നാം ആ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദറിന് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. റമദാനായത്, മുഹമ്മദ് നബി നബിയായത്, ജിബ്രീൽ റൂഹുൽ നബിയായത്, ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമായത് അത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. വിശുദ്ധ ഖുർആന്റെ മാസമാണ് റമദാൻ. ആ ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. ആ ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഒന്നാമതായി പറഞ്ഞു തഖ്വയാണ്, രണ്ടാമത്തത് തൗഹീദാണ്, മൂന്നാമത്തത് ആഖിറത്താണ്. തഖ്വ കൈക്കൊള്ളണം. തൗഹീദ് ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഒരിക്കലും ശിർക്കിന്റെ അംശം കലരരുത്. അല്ലാത്തവരോട് ഒരു തരത്തിലുമുള്ള സഹായാർത്ഥനയോ നേർച്ച വഴിപാടുകളോ പാടില്ല എന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് ഖുർആന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. ആ പാരായണത്തിന് ഉന്നതമായ പ്രതിഫലമാണ് ഉള്ളത്. റമദാൻ അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ആ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. ഒരക്ഷരത്തിന് 10 പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഓരോ ഹർഫിനും 10 വെച്ച് നാം ഗുണിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഓതി തീർക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് പറഞ്ഞു തീർക്കുവാൻ സാധിക്കുകയില്ല. അത് സാധാരണ ദിവസങ്ങൾ. അത് റമദാനാകുമ്പോഴോ 70ഉം 700ഉം അതിലധികമായിട്ട് പടച്ചവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ 700 തന്നെയായ 70 മാത്രമായ ഒരക്ഷരം ഓതുന്നതിന് 10 പ്രതിഫലം. ആ 10 × 700 റമദാനിൽ കിട്ടുന്നത് 70, അല്ലെങ്കിൽ 10 × 700, അല്ലെങ്കിൽ പടച്ചവൻ ഉദ്ദേശിച്ച രീതിയിൽ കണക്കില്ലാതെ അതിന്റെ വലിപ്പം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം നമുക്ക് പറഞ്ഞ് തീർക്കുവാനാവില്ല. അത്രത്തോളം പ്രതിഫലമാണ് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിനുള്ളത്. അവിടെ കൊണ്ട് തീർന്നില്ല. വിശുദ്ധ ഖുർആൻ വെറും പാരായണത്തിൽ മാത്രമല്ല, അത് പഠിക്കുകയും കൂടി ചെയ്യണം. അതിന് നമ്മൾ തയ്യാറാണ്. റമദാനിൽ 5 ഖത്തം തീർത്തു, 6 ഖത്തം തീർത്തു എന്ന് അഭിമാനം പറയാനല്ല, മറിച്ച് പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ഒരു നിയ്യത്തെടുത്തോടെ, ഒരു നിയ്യത്ത് വെച്ചോടെ ഈ റമദാനിൽ ചുരുങ്ങിയത് 2 വട്ടം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കും. അതിൽ 1 വട്ടം നോമ്പിന്റെ ആദ്യത്തെ 10 ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി പാരായണം ചെയ്ത് തീർക്കും. 3 ജുസ് ഓതിയാൽ മതി ഒരു ദിവസം. 3 ജുസ് ഓതാൻ 1.5 മണിക്കൂർ. നമുക്ക് എല്ലാവർക്കും ആ സമയം കിട്ടും. 10 ദിവസം കൊണ്ട് 1 വട്ടം നമുക്ക് ഓതി തീർക്കാം. പിന്നെ നമ്മുടെ മുന്നിലുണ്ട് 20 ദിവസം. ആ 20 ദിവസം കൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ വെറുതെ ഓതി തീർക്കില്ല, അതിന്റെ അർത്ഥം നോക്കിയിട്ട് ഓതി തീർക്കില്ല. അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. നമ്മുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഉണ്ട്, ഒരായത്ത് പാരായണം ചെയ്യൂ, അതിന്റെ അർത്ഥം എന്താണ് എന്ന് നോക്ക്, മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അങ്ങനെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വർഷത്തിൽ പടച്ചിറപ്പ് നമുക്ക് ആകെ ചെയ്തിരുന്ന ചാൻസ്. മറ്റൊരു അവസരത്തിൽ നമ്മൾ അതിന് തയ്യാറായില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒപ്പം തന്നെ അത് ജീവിതത്തിൽ പകർത്തണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, അത് പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. തീർന്നില്ല, അവിടവും കൊണ്ട് തീർന്നില്ല. ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരായത്തെങ്കിലും. അത് മൗലവിമാരുടെയും പണ്ഡിതന്മാരുടെയും ഒന്നും ബാധ്യതയല്ല, അവരുടെ മാത്രം ബാധ്യതയല്ല, എല്ലാവരുടെയും ബാധ്യതയാണ്. വിശുദ്ധ ഖുർആന്റെ
മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതൊരു എഴുത്തുകൊണ്ടാണെങ്കിലും ശരി. വിശുദ്ധ ഖുർആൻ ആദ്യമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആദ്യമായി മക്ക ഖുറൈശികളുടെ മുന്നിൽ ഉച്ചസ്ഥിരം പാരായണം ചെയ്ത ഒരു മനുഷ്യനുണ്ട്. അറിയോ? അദ്ദേഹത്തിന്റെ പേര് ഇബ്നു മസ്ഊദ് എന്നാണ്. നമുക്കൊക്കെ അറിയാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കി പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഖുറൈശികൾക്ക് മുന്നിൽ പോയി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ സൂറ അർ-റഹ്മാൻ പാരായണം ചെയ്തു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. വിശുദ്ധ ഖുർആന്റെ ആ പാരായണം കേട്ട് ഫഖാമു ഇലൈഹി ഫയജഅലു യദ്രിബൂന ബിവജ്ഹിഹി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കൂടിയിരുന്ന ഖുറൈശികൾ മുഖം അടിച്ച് തകർത്തുവെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്. ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ സദസ്സിൽ പറഞ്ഞത്, അടുത്ത ദിവസവും ഞാൻ പോയി പാരായണം ചെയ്യാൻ തയ്യാറാണ് എന്നായിരുന്നു. കാരണം അട്ടിക്കൊണ്ട് മുഖം പൊട്ടി പരിക്കുകളേറ്റു. ആ പരിക്കുകളോടെയാണ് സഹാബത്തിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറയുന്നത്, ഞാൻ അടുത്ത ദിവസവും പോയി പാരായണം ചെയ്യാമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ബാധ്യത തന്നെയാണ് അത്. നാം മറക്കരുത്. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ഗൈഡാണ്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ആ ഖുർആനാണ്. ആ ഖുർആൻ നാം പഠിക്കണം, പാരായണം ചെയ്യണം, പഠിക്കണം, പകർത്തണം. മറ്റുള്ളവർക്ക് ഒരായത്തെങ്കിലും നാം എത്തിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. മൂന്നാമതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതിൽ പ്രത്യേകമായി പറയേണ്ടതില്ല, എല്ലാവരും അതിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നിരുന്നാലും അത് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ഏതൊക്കെ അമല വർദ്ധിപ്പിക്കേണ്ടത്? ഒന്ന്, ശ്രദ്ധിച്ചോളൂ, ജമാഅത്തായിട്ടുള്ള നിസ്കാരം. ജമാഅത്തായിട്ടുള്ള നിസ്കാരം നമ്മൾ ഗൗരവത്തോടുകൂടി കാണുക. ഈ റമദാനിലെ എല്ലാ നിസ്കാരവും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും എന്ന് ഓരോരുത്തരും നീതണം. അത്താഴം കഴിച്ചിട്ട് അന്ന് ചെയ്യുന്ന അനുഗ്രഹമാണ്. അതിന്റെ ക്ഷീണത്തിൽ വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങരുത്. രണ്ട്, അള്ള ചെയ്തെന്ന അടുത്ത അനുഗ്രഹമാണ് നോമ്പ് തുറക്കുക എന്നുള്ളത്. വീട്ടിന്ന് അള്ളാഹു നൽകിയ ദാഹജലം കുടിച്ച് ദാഹം തീർത്തതിനു ശേഷം മഗ്‌രിബ് നമസ്കാരം വീട്ടിൽ നമസ്കരിക്കുന്ന രീതി അത് പാടില്ല. നമ്മുടെ നാടുകളിൽ പലതും കണ്ടുവരുന്ന ഗൗരവമേറിയ വിഷയം. അത് ഈ വടക്കൻ കേരളത്തിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. ബാക്കി വടക്കൻ കേരളം വിട്ടു കഴിഞ്ഞാലൊക്കെ എല്ലാവരും മഗ്‌രിബിന് പള്ളിയിലെത്തും, നോമ്പുറ പള്ളിയിൽ. വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ പള്ളിയിൽ നോമ്പുറക്കാൻ പറ്റുന്നില്ലേ? അത് താല്പര്യമല്ലേ? നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ പള്ളിയിലെത്താ. ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. നോമ്പ് തുറക്കുന്നതിന്റെ പേരിൽ, നോമ്പ് തുറയുടെ പേരിൽ പ്രിയമുള്ളവരെ മഗ്‌രിബ് നമസ്കാരം നഷ്ടപ്പെടുത്തരുത് ജമാഅത്ത്. മൂന്ന്, ശ്രദ്ധിച്ചോളൂ, അത്താഴം കഴിച്ച് സുബഹി നഷ്ടപ്പെടുത്തരുത്. നോമ്പ് മുറിച്ച് മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണത്തിൽ ഇശാ നമസ്കാരവും നഷ്ടപ്പെടുത്തരുത്. ചോദിക്കും, എപ്പോഴാ തറാവിസ്കാരം? തറാവീഹ് നമസ്കാരത്തിനല്ല പ്രാധാന്യം ഇശാ നമസ്കാരത്തിനാണ്. മറക്കണ്ട. പള്ളിയിലേക്ക് വരേണ്ടത് ഇശാ നമസ്കാരത്തിനാണ്. ഇശാ കഴിഞ്ഞതിന് ശേഷം തറാവീഹ്. അത് പുണ്യമില്ല എന്നല്ല പറയുന്നത്. പുണ്യമേറെയുള്ളത് ഇശാഇന്റെ ജമാഅത്താണ്. പ്രിയമുള്ളവരെ, ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. ഖിയാമുൽ ലൈൽ നമ്മൾ റമദാനിൽ ജമാഅത്തോടുകൂടെ നിസ്കരിക്കുന്നു, അല്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു.
റമദാനാകുമ്പോ ജമാഅത്തായി പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുന്നു, ഉന്നതമായ പ്രതിഫലമുണ്ട്. നമ്മുടെ കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കുക, അവരെയും കൂട്ടി നമ്മൾ പള്ളിയിലേക്ക് വരിക. അതുപോലെ ഇഫ്താർ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലാർഹമായ കാര്യമാണ്. റമദാനിൽ കിട്ടുന്ന അവസരമാണ്. മറ്റുള്ള സമയങ്ങളിലൊക്കെ അഗതികളെ, പാവപ്പെട്ട ആളുകളെ നശിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. ഇഫ്താർ എന്ന് പറയുന്നത് അത് റമദാനിൽ നമുക്ക് കിട്ടുന്ന ഒരു അസുലഭമായ ഒരു അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ധാരാളമായ ദിക്റുകൾ, ഒപ്പം പ്രാർത്ഥന. ആ പ്രാർത്ഥന മറക്കരുത്. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയുടെ മാസമാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നിന്റെ നസീബിനെ, ദുനിയാവിലുള്ള നിന്റെ ഓഹരിയെ നീ മറക്കണ്ട എന്ന് അല്ലാഹു പഠിപ്പിച്ചത്. ദുനിയാവിനെയും ചോദിക്കണം, ആഖിറത്തിനെയും ചോദിക്കണം. നമുക്ക് വീണ് കിട്ടിയ അവസരം പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഇഹലോകവും പരലോകവും നന്നായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.